നോട്ട് നിരോധനം നമ്മയെല്ലാം വലച്ച സംഭവമാണ്. നോട്ട് നിരോധനത്തിന് ശേഷം റിസർവ് ബാങ്ക് 2000-ന്റെ നോട്ടും പുറത്തിറക്കി. അതുവരെ ലഭ്യമായിരുന്ന 500,000 കറൻസി നോട്ടുകൾ പിൻവലിച്ച ശേഷമായിരുന്നു 2000-ന്റെ എൻട്രി. ശേഷം പുതിയ 500, 200, 100, 50, 20, 10 നോട്ടുകളെല്ലാം വിപണിയിൽ നിറഞ്ഞു. അധികം വൈകാതെ തന്നെ 2000-ന്റെ നോട്ട് RBI വിപണിയിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. 2023 മെയ് 19-നാണ് 2000 രൂപയുടെ നോട്ട് പിൻവലിക്കാൻ RBI തീരുമാനിച്ചത്. നോട്ട് കൈവശമുള്ളവർ ഏതെങ്കിലും ബാങ്കുകളിൽ സമർപ്പിച്ചാൽ മാറ്റി കൊടുക്കുകയായിരുന്നു ചെയ്തത്. വലിയ തോതിൽ നോട്ട് കൊണ്ടുവരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കുകയും ചെയ്തു. ഇതുവഴി 98% തിരിച്ചെത്തി. എന്നാൽ ഇപ്പോഴും 6000-ത്തിലധികം കോടിയുടെ 2000 രൂപ നോട്ടുകൾ തിരിച്ചെത്താനുണ്ട് എന്നാണ് RBI പറയുന്നത്. അന്ന് 3.56 ലക്ഷം കോടി രൂപയുടെ 2000 നോട്ടായിരുന്നു ഇറക്കിയിരുന്നത്. പിൻവലിക്കൽ പ്രഖ്യാപിച്ചതോടെ വൻതോതിൽ പണം തിരിച്ചെത്തി. 2025 മെയ് 31-ലെ കണക്കുകൾ പ്രകാരം ഇനി തിരിച്ചെത്താനുള്ള 6181 കോടി രൂപയുടെ 2000 നോട്ടുകളാണുള്ളത്. അതായത് ഇത്രയും 2000 നോട്ടുകൾ വിപണിയിലുണ്ടെന്ന് സാരം. അവ തിരിച്ചുകൊടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന പണമാക്കി മാറ്റാൻ കഴിയും. നിലവിൽ 2000 രൂപയുടെ നോട്ട് നിരോധിച്ചിട്ടില്ല. വിപണിയിൽ നിന്ന് പിൻവലിക്കുകയാണ് ചെയ്തത്. എങ്കിലും അവ ഉപയോഗിച്ച് വിപണിയിൽ ഇടപാടുകൾ നടക്കില്ല. ബാങ്കുകളിലെത്തി മാറ്റിയെടുക്കുക മാത്രമാണ് പോൺ വഴി. 2023 ഒക്ടോബർ 7 വരെ എല്ലാ ബാങ്കുകളിലും നോട്ട് മാറ്റിയെടുക്കാമായിരുന്നു. അതിനുശേഷം തിരഞ്ഞെടുത്ത RBI ഓഫീസുകളിൽ മാത്രമാണ് നോട്ട് മാറ്റി നൽകിയിരുന്നത്. ഇപ്പോഴും 2000 രൂപ നോട്ടുകൾക്ക് നിയമ പിൻബലമുണ്ട്. റിസർവ് ബാങ്ക് അനുമതി നൽകിയ 19 ഓഫീസുകളിൽ മാത്രമാണ് ഇനി 2000 രൂപ നോട്ട് സ്വീകരിക്കുക. 2023 ഒക്ടോബർ 9 മുതൽ ഈ ഓഫീസുകൾ 2000 നോട്ട് സ്വീകരിക്കുന്നുമുണ്ട്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ ഓഫീസുകളിൽ പണം നൽകി മാറ്റിയെടുക്കാം. തുക അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു നൽകും. അല്ലെങ്കിൽ 2000 രൂപ നോട്ടുകൾ പോസ്റ്റ് ഓഫീസ് വഴി RBI നിശ്ചയിച്ച 19 ഏതെങ്കിലും ഓഫീസുകളിലേക്ക് അയക്കാവുന്നതാണ്. തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. സാധാരണ ബാങ്കുകളിലും മറ്റും നിലവിൽ 2000 രൂപയുടെ നോട്ട് ഇപ്പോൾ സ്വീകരിക്കില്ല. കടകളിലും മറ്റും എടുക്കുകയുമില്ല. RBI നിശ്ചയിച്ച 19 ഓഫീസുകളിലേക്ക് അയക്കുക മാത്രമാണ് ആകെയുള്ള വഴി. കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമാണ് RBI നിശ്ചയിച്ച 19 ഓഫീസുകളിൽ ഒന്നുള്ളത്. അഹമ്മദാബാദ്, ബംഗളൂരു, ബലാപൂർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ചണ്ഡീഗഡ്, ചെന്നൈ, ഗുവാഹത്തി, ഹൈദരാബാദ്, ജയ്പൂർ, ജമ്മു, കാൺപൂർ, കൊൽക്കത്ത, ലക്നൌ, മുംബൈ, നാഗ്പൂർ, ന്യൂഡൽഹി, പാട്ന എന്നിവിടങ്ങളിലാണ് മറ്റ് ഓഫീസുകൾ. നോട്ടുകളുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക എന്നതാണ് റിസർവ് ബാങ്കിന്റെ പുതിയ നയം. പകരം ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2000 രൂപ നോട്ടുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ 19 ഓഫീസുകളിൽ എവിടെ നിന്ന് വേണോ മാറ്റിയെടുക്കാവുന്നതാണ്.